മയക്കം വിടുന്നതിന് മുൻപ് തന്നെ സുരക്ഷിത സ്ഥാനത്ത് കൂട്ടിൽ ആക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പക്ഷേ സ്ഥലത്തിപ്പോൾ ചെറിയ രീതിയിൽ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധമുണ്ട്. ആദ്യം നാട്ടുകാരാണ് ഈ കടുവയെ കാണുന്നത്. സ്പോട്ട് ചെയ്ത് ഉടനെ തന്നെ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റും അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ തെരച്ചിൽ തുടരുകയും ഒടുവിൽ മയക്കുവെടി വെച്ച് കടുവയെ കീഴടക്കുകയും ചെയ്തത്. പക്ഷേ മയക്കുവെടി വെച്ച് പിടിച്ച കടുവയെ അവരെ ഒന്ന് കാണിക്കാതെ പെട്ടെന്ന് തന്നെ ജനങ്ങളെയൊക്കെ അകറ്റി അവിടെ ഉദ്യോഗസ്ഥർ അതിനെ കൊണ്ടുപോയതിനുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ അവിടെ കാണിക്കുന്നത്. ഞങ്ങളാണ് ഇതിനൊക്കെ മുന്നിട്ട് നിന്നത് എന്ന് അവർ പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഉദ്യോഗസ്ഥരെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമായും എത്ര നേരം മയക്കമുണ്ടാകും എന്നത് കൃത്യതയില്ലാത്ത കാര്യമാണ്. അതിനുശേഷം ഉണരുമ്പോൾ വളരെ അക്രമാസക്തനായിരിക്കും കടുവ എന്നതാണ് അറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ അപകടം സൃഷ്ടിക്കും. അത് ഒഴിവാക്കുക എന്നതാണ് ഉദ്യോഗസ്ഥരുടെ കടമ. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ പെട്ടെന്ന് അതിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ ആരോഗ്യവാനാണ് ഈ കടുവ എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം 3-4 ഉദ്യോഗസ്ഥർ വളരെ ശ്രമകരമായാണ് അതിനെ വാഹനത്തിലേക്ക് കയറ്റുന്നത് പോലും. അത്രയും വെയിറ്റുള്ള ആരോഗ്യവാനായ കടുവയാണ്. മയക്കുവെടി ഏറ്റതിന് ശേഷവും അത് ഏറെ നേരം കഴിഞ്ഞാണ് മയക്കത്തിലേക്ക് എത്തുന്നത്. അത്രമാത്രം ആരോഗ്യം ഉള്ള കടുവയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും കൂടുതൽ റിസ്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുണ്ട്. അതിനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആളുകൾക്ക് അല്പം അവർക്ക് അതിൽ നീരസമുണ്ട്. കാരണം ഇത്തരം നാടിനെ വിറപ്പിച്ച ഒരു കടുവ അതിനെ പിടികൂടാനായി അതിനെ കാണുക എന്നത് ഒരു കൗതുകമാണ്. അതിനുവേണ്ടിയാണ് നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയത്. അത് സാധ്യമാകാത്തതിൽ ഒരു നീരസമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. രതീഷ് വാസുദേവൻ അവിടെ നിന്ന് ചേരുന്നു. രതീഷ്, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആ ദൗത്യം വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു അഭിമാന നിമിഷമാണ് ഇത്. ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ സാഹചര്യമാണ്. കാരണം അവരുടെ ഭീതിയായിരുന്നു കടുവ. അതിനെ പെട്ടെന്ന് തന്നെ വലയിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? അപ്പോൾ പോലും കടുവയെ ഒന്ന് കാണാൻ കഴിയാത്തതിന്റെ നീരസം ചിലർ പ്രകടിപ്പിക്കുന്നത് കണ്ടു. ആ പ്രതിഷേധമൊക്കെ അവസാനിച്ചോ? തീർച്ചയായും രേണുക, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധം ഉണ്ടായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് കടുവയെ ആദ്യമായി കാണുന്ന, വന്യജീവി നാട്ടിലിറങ്ങുന്ന ഒരു അവസരം ആദ്യമായി ഉണ്ടാവുന്ന, അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അവരെങ്ങനെ പ്രതികരിക്കണം എന്ന് മുൻകാലത്ത് അത്തരത്തിൽ ഒരു വന്യമൃഗത്തെ പിടികൂടുകയോ അത്തരത്തിൽ ഇതിനെ പ്രോട്ടോകോൾ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ആ പ്രദേശവാസികൾക്ക് അറിയില്ല. സാധാരണഗതിയിൽ അവർ കൗതുകം എന്ന നിലയിൽ തന്നെയാണ് ഈ കടുവയെ കാണുന്നത്. അപകടം ഉണ്ടെങ്കിൽ പോലും കൗതുകം എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് ആ രീതിയിലാണ് ഇവർ അതിനെ സമീപിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കടുവയെ കാണാൻ വേണ്ടിയുള്ള തിരക്കിനിടയിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കുറച്ച് പ്രകോപിതമായി സംസാരിച്ചിട്ടുണ്ടാവാം. അവർ തന്നെ ചില ഒരുക്കങ്ങൾ നൽകിയിരുന്നു. ഈ പ്രദേശത്തെ വീടുകളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് കുട്ടികളെയെല്ലാം സുരക്ഷിതമായി വീടുകളിലെത്തിച്ചു. വീടുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങരുത് എന്ന തീരുമാനമെടുത്തു. നാട്ടുകാർ ഉൾപ്പെടെ വളരെ ആരോഗ്യവന്മാരായ പുരുഷന്മാരുൾപ്പെടെ അല്ലാതെ മറ്റാളുകളെ എല്ലാം തന്നെ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്താനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെയുള്ള ചില ഒരുക്കങ്ങൾ വളരെ അനൗദ്യോഗികമായി ഈ നാട്ടുകാർ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവർ ഈ കടുവയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. അത് സാങ്കേതികമായി സ്വാഭാവികമായിട്ടും വനംവകുപ്പിന് അങ്ങനെ ഒരു വന്യമൃഗത്തെ, ഇതേപോലെ വളരെ ഇതായിട്ടുള്ള പ്രകോപനപരമായി പെരുമാറുന്ന ഒരു വന്യമൃഗത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്നത് വളരെ സാധ്യതയില്ലാത്ത കാര്യമാണ്. അതവർ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അവരത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി. അതായത് ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഈ കടുവയെ കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും എന്താണ് ഇതിന്റെ ആരോഗ്യസ്ഥിതി, ഇത് ഏത് കടുവയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അവിടെ നിന്ന് പരിശോധിച്ച പ്രത്യേക കൂടും സൗകര്യങ്ങളും ഉണ്ടോ, അത് ഒരുക്കിയിട്ടുണ്ടോ? നേരത്തെ ഒരു കടുവയെ പിടികൂടാനുള്ള ശ്രമവും ദൗത്യവും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ടാകുമോ? നിലവിൽ ഇവരുടെ വനംവകുപ്പിന്റെ ഈ സ്പേസിൽ നിലവിൽ കടുവയുടെ ഇവർ പറഞ്ഞ വനംവകുപ്പിന്റെ ഒരു പരിധി അനുസരിച്ച് 4 കടുവകൾ നിലവിൽ അവർ ഒരു പുലിയും 3 കടുവകളും നിലവിൽ അവിടെ പരിചരണത്തിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കടുവയെ കൂടുതൽ പരിചരണത്തിന് ശേഷം പൂക്കോട് വെറ്റിനറി സയൻസ് നമ്മുടെ വെറ്റിനറി കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്.
കാരണം അവിടെ പരിചരണം നടത്തി അവയെ ഇവിടെ തന്നെ പാർപ്പിക്കാൻ കഴിയുമോ എന്നും വനംവകുപ്പ് ആലോചിക്കും. കാരണം നിലവിൽ 4 കടുവകളെ പാർപ്പിച്ച് പരിശോധിക്കാനും പരിചരിക്കാനുമുള്ള സൗകര്യമാണ് ഫോക്സ്പേസിൽ ഉള്ളത്. അപ്പോൾ ഈ കടുവയുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനുള്ള ഈ സൗകര്യം ഒരുക്കുകയായിരിക്കും വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ ചെയ്യുക എന്നാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, ഈ ആദ്യം കർഷകനെ ആക്രമിച്ച കടുവയെ തിരയുന്ന സംഘം എന്തായാലും ആ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ അത് തിരച്ചിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ ഈ കടുവ ആണ് പുതുശ്ശേരിയിലെ കർഷകനെ ആക്രമിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നത് വരെ വനംവകുപ്പ് ആ ദൗത്യം തുടരും. കാരണം ആ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. ഈ കടുവ തന്നെയാണ് അതെന്ന് സ്ഥിരീകരിക്കാനായാൽ അത് ഒരു വലിയ വിജയമായി, ദൗത്യസംഘത്തിന് വിജയമായി മാറില്ലേ? കാരണം നമുക്കറിയാം, ആ കർഷകന്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് നടക്കാൻ ഇരിക്കുന്ന സമയം, അതിനു മുൻപ് തന്നെ ആ കടുവയെ വലയിലാക്കി എന്നതാണെങ്കിൽ അതൊരു ദൗത്യസംഘത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന സാഹചര്യമല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ കാര്യമാണ്. ആ വീട്ടുകാർക്കും ഈ നാടിനുമൊക്കെ കൊടുത്ത വനംവകുപ്പിന്റെ വാക്ക് പാലിക്കലാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വസ്തുതാപരമായി തന്നെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘം അവിടെ പരിശോധന നടത്തുന്നതും. മാത്രവുമല്ല, ഈ പ്രദേശത്ത് ഇറങ്ങിയ ഈ നടമേലുണ്ടായ കടുവയെ വെടിവെച്ച് പിടികൂടി മയക്കുവെടിവെച്ച് പിടികൂടി കൊണ്ടുപോകുമ്പോഴും അതിന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകാത്തത് അത് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് ജനകീയമായി എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും BFO ഉൾപ്പെടെയുള്ളവർ, CCF ഉൾപ്പെടെയുള്ളവർ കൃത്യമായും അത് വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഞങ്ങൾ അത് സംബന്ധിച്ച് വിശദീകരണം നൽകൂ എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുവരെ ഈ പ്രദേശത്തെ ഈ പുതുശ്ശേരി ഭാഗത്ത് ഇറങ്ങിയ കടുവയെ അത് ആ കടുവയല്ല, അല്ലെങ്കിൽ ആ കടുവ തന്നെയാണ്, ഈ 2 കാര്യങ്ങളിൽ ബോധ്യം വരുത്തുന്നതുവരെ അവിടെ പരിശോധന തുടരും. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഈ മൃഗപരിപാലന കേന്ദ്രത്തിലും പരിശോധന നടത്തും. അതിനുശേഷം ആ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക. വിവരം അനുസരിച്ച് 2 റൗണ്ട് മയക്കുവെടി വെച്ചു. അതിനുശേഷമാണ് ഈ കടുവയുടെ പുറത്ത് വെടികൊള്ളുകയും പിന്നീട് മയക്കത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. മാധ്യമങ്ങൾ വളരെ സസൂക്ഷ്മം തന്നെ ഈ ദൗത്യത്തിന് പിന്നാലെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ മാധ്യമങ്ങളുടെ ദൃഷ്ടിക്ക് അപ്പുറത്ത് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അത് അറിയാനുള്ള കൗതുകം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്, വയനാട്ടുകാർക്ക് പ്രത്യേകിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൗത്യ സംഘാംഗങ്ങൾ ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്യുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ നിലവിൽ കടുവയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കയറ്റുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഇവരോട് വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തുടങ്ങിയ രജിഷിലേക്ക് വരാം. കോള് കട്ടായിരിക്കുകയാണ്. എന്തായാലും പടിഞ്ഞാറത്തറ കുപ്പാട്ടിത്തറ നടമ്മൽ ഭാഗത്താണ് ഇന്ന് വാഴത്തോപ്പിൽ ഈ കടുവയെ കാണുന്നത്. ശരി, രതീഷ് വീണ്ടും ലഭ്യമാണ്. രതീഷ് തുടർന്നോളൂ. രതീഷ് കേൾക്കാമോ? ശരി, രതീഷിലേക്ക് വരാം. കുപ്പാടിത്തറ നടമ്മൽ ഭാഗത്താണ് ഈ കടുവയെ ആദ്യം കാണുന്നത്. വാഴത്തോപ്പിലാണ് കണ്ടത്. മൊയ്തു എന്ന് പറയുന്ന ആളുടെ കൃഷിയിടത്തിൽ വാഴത്തോപ്പിൽ ഈ കടുവയെ കാണുന്നു. അവർ വളരെ ഭയപ്പാടോടുകൂടി അവിടെ നിന്ന് എത്തുന്നു. അതിനുശേഷം ഇത് മറ്റു നാട്ടുകാരെ അറിയിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ്. ആദ്യം പോലീസ് എത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പം വൈകിയാണ് എത്തിയതെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞു. അതിനിടയിൽ വെച്ച് ഏതാണ്ട് 50ഓളം പേരെങ്കിലും ഈ കടുവയെ പല സ്ഥലങ്ങളിൽ കണ്ടു എന്നാണ് അറിയുന്നത്. എന്തായാലും അതിനുശേഷം വളരെ ഊർജിതമായി തന്നെ ആ ദൗത്യം അവിടെ നടക്കുന്നു. മയക്കുവെടി വെക്കുന്നു, കടുവ വലയിലാകുന്നു. ഏതാണ്ട് നല്ല ആരോഗ്യമുള്ള കടുവയാണ്. പക്ഷേ നമ്മളെ മാത്രമല്ല CCF ഒക്കെ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഇത് ആരോഗ്യവാനാണ് ഈ കടുവയെങ്കിൽ അത് അവിടുത്തെ ഉൾക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയ കടുവയാണ് കർഷകനെ ആക്രമിച്ചതെങ്കിൽ അത് ഇര തേടാനായി പിന്നീട് വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ തുടർന്ന് ആക്രമിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏതാണ്ട് ആരോഗ്യവാനായ ഒരു കടുവയെ തന്നെയാണ് അവിടെ പിടികൂടാനായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉൾവനത്തിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നിരിക്കാം. അത് കർഷകനെ ആക്രമിച്ച കടുവ തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യത. അങ്ങനെ പല സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന കടുവ വളരെ ആരോഗ്യവാനാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉദ്യോഗസ്ഥർ വളരെ പാടുപെട്ടാണ് അതിനെ വാഹനത്തിലേക്ക് കയറ്റുന്നത്. 3ഉം 4ഉം ഒന്നുമല്ല, ഏതാണ്ട് 10ഓളം ഉദ്യോഗസ്ഥരുണ്ട്. അവർ വളരെ ശ്രമകരമായിട്ടാണ് അതിനെ ആ വാഹനത്തിലേക്ക് കയറ്റുന്നത്. അത്രമാത്രം വെയിറ്റുള്ള, ഭാരമുള്ള, ആരോഗ്യവാനായ ഒരു കടുവയാണ്.
മയക്കുവെടി ഏറ്റതിന് ശേഷവും കുറേ അധികം സമയത്തിന് ശേഷമാണ് അതൊരു പൂർണ്ണ മയക്കത്തിലേക്ക് എത്തുന്നത്. അത്രയും നേരം കാത്തിരുന്നതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ അടുത്തെത്തി വലയിട്ട് അതിനെ പിടിച്ച് വാഹനത്തിലേക്ക് മാറ്റി എന്തായാലും ഇപ്പോൾ ബത്തേരിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ഇനി കൂടുതൽ പരിചരണം നടത്തും, കൂട്ടിലാക്കും. ബാക്കി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഈ ദൗത്യത്തിന്റെ മയക്കുവെടി വെക്കുന്നതിന് മുമ്പുള്ള ഘട്ടം അതിനുശേഷമുള്ള ഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു എന്നത് ദൗത്യ സംഘാംഗങ്ങൾ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അവർ അത് സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വയനാട്ടിലുള്ളവർക്ക് ആ പ്രദേശത്ത് നിന്ന് വളരെ അകലെയാണ് വനമേഖലയുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പരിചിതമല്ല ഈ വന്യജീവികൾ ഈ രീതിയിൽ ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് കടുവയൊക്കെ ഇറങ്ങുന്നത് ഒട്ടും പരിചിതമായിരുന്നില്ല. അത് കണ്ടത് വലിയ ഭയപ്പാടിലേക്ക് ആളുകളെ മാറ്റി. ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചകൾ തൊട്ടുമുന്നിലുണ്ടല്ലോ. ഒരു കർഷകന്റെ മരണത്തിനിടയാക്കിയ സാഹചര്യം തൊട്ടുമുന്നിലുള്ളത് കൊണ്ട് തന്നെ വലിയ ഭയപ്പാടിലായിരുന്നു ആളുകൾ. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. രതീഷ് വാസുദേവൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ് പറഞ്ഞു വന്നത് ഈ ഉദ്യോഗസ്ഥർ കടുവയെ വലയിലാക്കിയതിന് ശേഷം മാധ്യമങ്ങളെ കാണുമോ, വിശദീകരിക്കുമോ കാര്യങ്ങൾ എന്നത് മാധ്യമങ്ങൾ അവരോട് തന്നെ ചോദിച്ചിരുന്നു. അതിനെന്താണ് അവർ മറുപടി പറഞ്ഞത് എന്ന് പറയുകയായിരുന്നു താങ്കൾ. അത് തുടരാം. രതീഷ് ഒന്നുകൂടെ രതീഷ് സൂചിപ്പിച്ചത്, ഞാൻ ചോദിച്ചത് ഇവർ വാർത്താ സമ്മേളനം നടത്തിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമോ, എങ്ങനായിരുന്നു ഈ ദൗത്യം എന്ന് വിശദീകരിക്കുമോ എന്നതായിരുന്നു. അക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ എന്താണ് പറഞ്ഞത്? തീർച്ചയായും അത്തരത്തിലൊരു ഔദ്യോഗിക വിശദീകരണം ഈ ഇത്തരത്തിൽ മയക്കുവെടി വെച്ച ശേഷമുള്ള ഔദ്യോഗിക ഓപ്പറേഷന് ശേഷം ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു നിലപാട് ഇത്തവണയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ അവർ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അതിന് അല്പസമയത്തിന് ശേഷം വിശദീകരണം പറയാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരം ഒരു വിശദീകരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഇത് എങ്ങനെയാണ് ഇവരുടെ ഈ വനംവകുപ്പിന്റെയും മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളുടെയും കൂടെ ഒരു ബാധ്യത കൂടെയാണ്. എന്താണ് സുതാര്യമായി അവിടെ നടന്നത് എന്ന് അവർ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശദീകരിക്കേണ്ടത്, അതായത് ഏതു തരത്തിലാണ് മയക്കുവെടി സംഘം അവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടത്, പിന്നീട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവിടെ ഉണ്ടായത് തുടങ്ങിയത് വിശദമായി തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമെന്ന് ഉറപ്പാണ്. അതിന്റെ നടപടിക്രമങ്ങൾ വളരെ വൈകാതെ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ വനംവകുപ്പിന്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്.